ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഇൻസ്റ്റ പോസ്റ്റുകളുടെ ഒക്കെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമുണ്ട് കേട്ടോ. അപ്പൊ ആളുടെ കുറെ കമന്റ്സുകൾ വന്നപ്പം ഞാൻ കുറെ ചിന്തിക്കുകയുണ്ടായി. കാരണം പുള്ളി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുള്ളിയുടെ കമന്റ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മാനേജ്മെന്റിനെതിരെ സ്ട്രൈക്കിലാണല്ലോ. അപ്പോ ആളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ആള് ഭയങ്കരമായ മഞ്ഞപ്പട വിരോധിയാണ് എന്നുള്ളതാണ് പുള്ളിയുടെ ഓരോ കമന്റിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊരു കാര്യത്തിൽ ആള് യാതൊരു രീതിയിലുള്ള ബോധേടുമല്ല എന്നുള്ളതാണ്. സോ കമന്റുകൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. ഞാൻ മഞ്ഞപ്പടയുടെ പേര് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും അടിയിൽ വന്നിട്ട് ആള് പറയുന്നുണ്ട്, മഞ്ഞപ്പടയെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ഈ ടീമിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾ മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ അല്ലാതെ ആരാധക കൂട്ടം എന്നൊന്നും പറയണ്ട. മഞ്ഞപ്പട അല്ലാത്ത ആരാധക കൂട്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. മഞ്ഞപ്പടയെന്നല്ല മറ്റു ഒരു ഫാൻസ് വിങ്ങുകളെയും ആശ്രയിക്കാത്ത ആരാധക കൂട്ടം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ടീമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ ഇടുന്നു. അതേപോലെ തന്നെ അപ്പൊ അതിന്റെ അടിയിൽ ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ പേജിന്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയോട്. സോ നിങ്ങൾ ശരി, നിങ്ങൾ സാധാരണ അല്ലാത്ത ഫാൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാനേജ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന് പുള്ളി കൊടുത്ത ആൻസർ എന്ന് പറയുന്നത്, മാനേജ്മെന്റ് വരും പോകും, മാനേജ്മെന്റിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾ നോക്കുന്നത് ടീമിനെയും പ്ലേയേഴ്സിനെയുമാണ്, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തോളും. ഇങ്ങനെ ഒരു കമന്റ് എന്താണ് പുള്ളി അതിൽ നിന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നില്ല. അപ്പോ ഞാൻ ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ ആരെയും ക്ലാസ് എടുക്കാനോ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ മഞ്ഞപ്പട അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി അല്ലെങ്കിൽ മറ്റ് ഫാൻസ് വിങ്ങുകളെ പറ്റി അറിയാവുന്ന ആളുകൾക്കോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ഈ ഫാൻസ് വിങ്ങുകളുടെ ഉദ്ദേശം എന്താണ്, അവരുടെ റോൾ എന്താണ് എന്നൊക്കെ അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ശരിക്കും എന്താണ് മഞ്ഞപ്പട അല്ലെങ്കിൽ എന്താണ് മറ്റ് ഫാൻസ് വിങ്ങുകൾ എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഫുട്ബോൾ കളി കാണുന്നവരിൽ പോലും പല ആളുകൾക്കും ഇപ്പോഴും ശരിക്കും മഞ്ഞപ്പട കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഫാൻസ് വിങ്ങുകൾ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ ഈ അറിയാത്ത ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ഒന്നുകൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കുറെ കമന്റ്സ് വന്നപ്പോഴാണ് ഞാൻ ഇതേപ്പറ്റി കൂടുതലൊന്ന് ചിന്തിക്കുന്നത്. ഇപ്പം എന്റെ നാട്ടിലൊക്കെ ആണെങ്കിലും പലരും, ഞാൻ സ്റ്റേഡിയത്തിൽ വന്ന് കളി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ആളുകൾ എന്നോട് പറയുന്ന അഭിപ്രായങ്ങൾ, അവർ ചിലപ്പോൾ കളി പോലും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെ അറിയാം, ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങളെ, പഴയ കാര്യങ്ങൾ അറിയാം, അവർ നേരത്തെ കളിയെ കണ്ടിട്ടുണ്ട്, ഇന്ന് കളി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോ ഇവരൊക്കെ വാചാലരാവുന്നത് എന്ന് പറയുമ്പോൾ, ഈ ടീം എപ്പോഴെങ്കിലും കപ്പ് അടിക്കുമോ, നിനക്ക് ഇപ്പോഴും ഭ്രാന്താണോ പോയി കാണാൻ, പിന്നെ എന്താ പണ്ടൊക്കെ ആയിരുന്നു കളി, ഹ്യൂമിന്റെ കാലത്തായിരുന്നു കളി, ഇപ്പൊ ഒക്കെ എന്ത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനെ സംബന്ധിച്ചിട്ട് എന്താണ് ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാതൊരു രീതിയിലുമുള്ള എന്താ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ ടീം തോറ്റുകൊണ്ടേയിരിക്കുന്നു, ഇതൊക്കെ ആര് കാണാൻ, എന്നും തോക്കുകയാണ്, എത്ര കളിയായിട്ട് തോക്കുക, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ ഇപ്പോ അടുപ്പിച്ച് കുറച്ച് കളി ജയിച്ചപ്പോഴത്തേക്ക് അടുപ്പിച്ച് കുറച്ച് കളി ജയിച്ചല്ലോ, പിന്നെന്തിനാണ് ആരാധകർ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്, അവർ 3 കളി അടുപ്പിച്ച് ജയിച്ചില്ലേ എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളായിട്ടാണ് ഞാൻ ഈ കമന്റ് ചെയ്ത വ്യക്തിനെയും കാണുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ആദ്യം തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ബോയ്ക്കോട്ട് കൊണ്ടോ അല്ലെങ്കിൽ പ്രതിഷേധം കൊണ്ടോ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എന്താണ് മഞ്ഞപ്പട അല്ലെങ്കിൽ എന്താണ് മറ്റ് ഫാൻസ് വിങ്ങുകൾ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. ആദ്യം തന്നെ ഒരു ഫുട്ബോൾ ക്ലബിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഫാൻസ് തന്നെയാണ്. സോ അവരുടെ ആരാധകർ, അതായത് ഏത് രീതിയിലുമുള്ള ആരാധകർ ആയിക്കോട്ടെ. അപ്പോ ഈ ആരാധകരെല്ലാവരും കൂടി ഒന്നിച്ച് സ്റ്റേഡിയത്തിൽ വരുന്നു, കളി കാണുന്നു, ഗോൾ അടിക്കുമ്പോൾ എല്ലാവരും കൂടി തുള്ളിച്ചാടുന്നു, അല്ലെങ്കിൽ നല്ലൊരു മൂവ് നടക്കുമ്പോൾ എല്ലാവരും കൂടി ആർപ്പ് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാസ് ഇടുമ്പോൾ, ഒരു സ്കില്ല് കാണിക്കുമ്പോൾ ഒക്കെ എല്ലാവരും കൂടി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു മെക്സിക്കൻ വേവ് അടിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഫ്ലാഷ് കത്തിക്കുന്നു. സോ ഇത് ആണോ ശരിക്കും വേണ്ടത്? ഇതൊക്കെ വേണം, പക്ഷെ ഇത് മാത്രമല്ല ഒരു ആരാധകരെ സംബന്ധിച്ചിട്ട് ഒരു ക്ലബിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടീമിന് കൊടുക്കേണ്ടത് ഇത് മാത്രമല്ല. ഹോം ആൻഡ് എവേ മത്സരങ്ങൾ വരാറുണ്ട് അല്ലെ? എന്താണ് ഈ ഹോം ആൻഡ് എവേ മത്സരങ്ങൾ? രണ്ട് ടീമിനും അവരവരുടെ ഹോം അഡ്വാൻറ്റേജുകൾ കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ ടീമിന് ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? ആരാധകരാണ്. അപ്പൊ ഈ ആരാധകരെല്ലാരും കൂടി വന്ന് വട്ടത്തിൽ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഇതേപോലെ ഗോൾ അടിക്കുമ്പോഴും അല്ലെങ്കിൽ പാസ് ഇടുമ്പോഴും മാത്രം ഇങ്ങനെ ആർപ്പ് വിളിച്ചാൽ മാത്രം മതിയോ? അതുകൊണ്ടൊരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാകുമോ? അല്ലെങ്കിൽ എവേ കളിക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും അവർക്ക് കളിക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെന്റൽ ഹരാസ്മെന്റ് എന്തെങ്കിലും അതിൽ നിന്ന് വരുമോ? ഇല്ല. സോ അപ്പോ ഫുട്ബോളിന് ഒരു കൾച്ചർ ഉണ്ട്. ഒരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ചാൻഡിങ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം നമുക്ക്. അപ്പൊ ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു ഫാൻസ് വിങ് രൂപീകരിക്കപ്പെടുന്നു, പേര് മഞ്ഞപ്പട.
അപ്പോ ഇത് ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഫാൻസ് വിങ്ങുകൾ ഉള്ളത്. ഇപ്പം നമ്മൾ ഗോകുലം FC അവരുടെ ഫാൻസ് വിങ് ഉണ്ട്. ഇപ്പം ബാംഗ്ലൂർ FC ഉണ്ട്, അവരുടെ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂ എന്നാണ് അവരുടെ പേര്. അതേപോലെ മോഹൻ ബഗാൻ മറൈൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഫാൻസ് വിങ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ അൾട്രാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാൻസ് വിങ്ങുകളൊക്കെ, അങ്ങനെ ഓരോ ക്ലബിനും അവരവരുടെ ഫാൻസ് വിങ്ങുകളുണ്ട്. അപ്പൊ ഈ ഫാൻസ് വിങ്ങുകൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാല് സ്റ്റേഡിയത്തിൽ വരുന്ന ആളുകളെ, അതായത് ഇപ്പൊ ഈസ്റ്റ് ഗാലറിയിൽ വരുന്ന അത്രയും ആളുകൾ മഞ്ഞപ്പട മെമ്പർമാരൊന്നും അല്ല. ഇതേപോലെ ആദ്യമായി കളി കാണാൻ വരുന്നവരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കളി കാണാൻ വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുട്ബോൾ അറിയാതെ തന്നെ ഇപ്പം കൂട്ടുകാരുടെ കളി കാണാൻ വരുന്നവരുണ്ട്, ഫാമിലീസ് ആയിട്ട് വരുന്നവരുണ്ട്. സോ ഇങ്ങനെ പല ആളുകൾ വരുന്ന ഗാലറിയാണത്. അപ്പൊ അവിടെ വരുന്ന അത്ര ആളുകളെ കോർഡിനേറ്റ് ചെയ്യുക, ഒരൊറ്റ ബെൽറ്റ് ആയിട്ട് ചേർത്ത് നിർത്തുക എന്നുള്ളൊരു ജോലിയാണ് മഞ്ഞപ്പട അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മഞ്ഞപ്പടയുടേതായിട്ടുള്ള ചില ചാൻഡ് സോങ്ങുകളുണ്ട്. സോ ആ സോങ്സ് കേൾക്കുമ്പോൾ തന്നെ ഓരോ പ്ലേയേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ടീമിന് തന്നെ അവർ എനർജറ്റിക് ആവുന്ന ഒരുപാട് സോങ്സ് ഉണ്ട്. മഞ്ഞപ്പട ആന്തം ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കളിക്കാൻ വരുന്ന ടീമിലെ ഓരോ പ്ലേയേഴ്സിനെയും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹരാസിംഗ് ചാൻഡുകളുണ്ട്. സോ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് മഞ്ഞപ്പടയാണ്. മഞ്ഞപ്പട അവിടെ അവര് ചാനൽ ലീഡേഴ്സ് അവിടെ നിന്ന് ഓരോ ആളുകളോടും മൈക്കിലൂടെ പറഞ്ഞ് ഇന്നത് പറയണം, നമ്മൾ ഇങ്ങനെ പറയും, അതിന്റെ കൂടെ ഇങ്ങനെ ഏറ്റു വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മുഴുവൻ കയ്യിലെടുത്ത് അതൊരു വല്ലാത്ത ടാലന്റ് തന്നെയാണ് നമ്മുടെ ചാനൽ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അവർ അത്രയും ആളുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോ ഇങ്ങനെ ഒരു ഫാൻസ് വിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രോപ്പർ ആയിട്ട് ചാൻഡ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം ഈ പുള്ളി തന്നെ എന്റെ ഒരു വീഡിയോയിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, CK വിനീത് ചെയ്തത് ചാൻഡിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ചാൻഡിങ് അല്ല. ചാൻഡിങ് എന്താണെന്ന് അറിയണമെങ്കിൽ മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഈസ്റ്റ് ഗാലറിയിൽ നിങ്ങൾ മഞ്ഞപ്പട വർക്കിംഗ് ആയിട്ടുള്ള സമയത്ത് ചാൻഡിങ് എന്താണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ വന്ന് ചാൻഡ് ചെയ്യും, ഒപ്പം നിങ്ങളും ചാൻഡ് ചെയ്യും. നിങ്ങൾ വന്ന് ചാൻഡ് ചെയ്ത് നോക്കും. അതിനാണ് ചാൻഡിങ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കയറി എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞാൽ ചാൻഡിങ് ആവില്ല. ചാൻഡിങ്ങിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്. സോ അത് പ്രോപ്പർ ആയിട്ട് പോകുമ്പോഴാണ് അതൊരു എഫക്റ്റിംഗ് ചാൻഡിങ് ആവുന്നത്. നമ്മൾ വെറുതെ ചാൻഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ചാൻഡിങ് കൊണ്ട് നമ്മുടെ ടീമിന് ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാകണം. അതേപോലെ എവേ കളിക്കാൻ വരുന്ന ടീമിന് അവിടെ നിൽക്കാൻ പറ്റരുത്, അവർക്ക് കളിക്കാൻ പറ്റരുത്. ആ രീതിക്ക് അവർക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചാൻഡിങ് ഉണ്ടായിരിക്കേണ്ടത്. അതൊന്നും ഇല്ലാത്ത പക്ഷം അതിനെ ചാൻഡിങ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോ പിന്നെ ഈ പറയുന്ന മഞ്ഞപ്പട ചാൻഡിങ്ങിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് പല മത്സരങ്ങളും ടിഫോസ് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ടിഫോ ഇറങ്ങി വരുന്നു, അത് തിരിച്ച് വലിച്ചു കയറ്റുന്നു, വലിയൊരു സാധനം ഇറങ്ങി വരുന്നു അല്ലെ. ഈ ഒരു സാധനം സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കുന്നത് വരെയുമുള്ള അതിന് മുമ്പുള്ള കുറച്ച് എഫേർട്ടിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ മഞ്ഞപ്പട തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ 2 ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് മുതലുള്ള എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ ടിക്കറ്റ് സെല്ലിങ്, അങ്ങനെ പല കാര്യങ്ങളും, പിന്നെ ബസ് അറേഞ്ച്മെന്റ്, അങ്ങനെ ഓരോ ഇപ്പം കാസർഗോഡ് നിന്നൊക്കെ വരുന്ന ആരാധകരുണ്ട്. സോ അവർക്കൊക്കെ ബസ്സുകൾ അറേഞ്ച് ചെയ്യുക, ബസ് വിത്ത് ടിക്കറ്റ് ആയിട്ടുള്ള പാക്കേജും കാര്യങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഞ്ഞപ്പട ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ നോക്കൂ, ഇപ്പൊ മാനേജ്മെന്റ് നമ്മളെ വർഷങ്ങളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ലോയലിറ്റിയെ അവർ ചൂഷണം ചെയ്തുകൊണ്ട് അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ ഇതേപോലെ ഒരു ആരാധക കൂട്ടത്തിൽ ഒരു കെട്ടുറപ്പോ അല്ലെങ്കിൽ നമുക്കൊരു സംഘടനയോ ഇല്ലാതിരുന്നുവെങ്കിൽ ഇതൊക്കെ ആര് ക്വസ്റ്റ്യൻ ചെയ്തേനെ? ആര് ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു? ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫാൻസ് വിങ് ഉള്ളത് കൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ അവര് ഇപ്പൊ ഈ പറയുന്ന ഈ കമന്റ് ഇട്ട ബ്രോ അവിടെ ഇരുന്നുകൊണ്ട് മാനേജ്മെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയാം, പുള്ളിനെ ആരെങ്കിലും വിളിക്കുവോ, നമുക്കൊരു മീറ്റിംഗ് കൂടാം, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് സംസാരിക്കാം. പക്ഷെ അങ്ങനെ ഇൻഡിവിജ്വലി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു വരുന്നത് കൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് അനങ്ങണമെന്നൊന്നുമില്ല. ഇതിപ്പോ മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻസ് ആരാധക കൂട്ടം, അതൊരു ആരാധക കൂട്ടമാണ്. അവരൊരു തീരുമാനം എടുത്തപ്പോഴത്തേക്ക് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ 3-4 കളി പഠിപ്പിച്ചപ്പോ ജയിച്ചിരിക്കുന്നു, ഇനി എന്തിനാ ഈ ബോയ്ക്കോട്ട്, ഇതിനി എന്തിനാ പ്രതിഷേധം, നിങ്ങൾ വന്ന് കളി കാണ്, ടീമിനെ സപ്പോർട്ട് ചെയ്യൂ, ടീമാണ് വലുതെന്നൊക്കെ. ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ 11 വർഷം നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ബോയ്ക്കോട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റേഡിയത്തിൽ വന്ന് മിണ്ടാതിരുന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പ്ലക്കാർഡുകൾ എഴുതി പിടിച്ചിട്ടുണ്ട്, മാനേജ്മെന്റിനെതിരെ ചാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മാനേജ്മെന്റിന് രോമത്തിൽ പോലും ഏശിയിട്ടില്ല. നിങ്ങൾ ചോദിക്കും എന്താണ് മാനേജ്മെന്റ് ചെയ്ത തെറ്റെന്ന്. ആ തെറ്റ് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ, അത് വേറൊരു കാര്യം. നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ അറിയാം ആ മാനേജ്മെന്റ് ചെയ്തേക്കുന്ന തെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, അതേപറ്റി നിങ്ങൾക്ക് ധാരണയില്ല. അതായത് കപ്പടിച്ചില്ലയോ നമുക്ക് വിഷയമല്ല, കപ്പടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി 100 വർഷം കപ്പടിച്ചില്ലെങ്കിലും ടീമിന്റെ ഒപ്പം നമ്മൾ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് കപ്പടിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ പോലെ ഒരു ആരാധക കൂട്ടം ഒരു കപ്പ് ഡിസർവ് ചെയ്യുന്നില്ല എന്നാണോ? ഡിസർവ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ 3 കോമ്പറ്റീഷൻസ് ഉണ്ട് ഒരു വർഷം. ഡ്യൂറൻ കപ്പ് ഉണ്ട്, സൂപ്പർ കപ്പ് ഉണ്ട്, ISL ഉണ്ട്. ഈ 3-ൽ നിന്നും ഒരു ട്രോഫി പോലും നമുക്ക് ഇതുവരെ വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ കാരണം മാനേജ്മെന്റ് ആണ്. പ്ലേയേഴ്സ് കളിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ പ്രശ്നമോ മാനേജർമാരുടെ പ്രശ്നമോ അല്ല, മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. ഒരു ടീം എന്ന് പറയുമ്പോൾ ടീമിന് ഒരു കെട്ടുറപ്പ് ഉണ്ടാവണം. ഒരു ടീമിനെ നിലനിർത്തണം.
മാനേജർമാരെ നിലനിർത്തണം. ഒരു കോച്ചിനെ, ഒരു മാനേജറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് ടീം ബിൽഡ് ചെയ്യണം. ഇവിടെ അതൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് അവർക്ക് തോന്നിയതുപോലെ അവരുടെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്ന രീതിക്ക് ഉള്ള മാനേജർമാരെ കൊണ്ടുവരുന്നു, അല്ലെ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു. പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും മാനേജറെ കൊണ്ടുവന്നാൽ ഈ പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിച്ചോ എന്നുള്ളതാണ്. എന്നിട്ട് നല്ല പെർഫോം ചെയ്ത് നമ്മുടെ ടീമിന്റെ നെടുന്തൂണായി മാറിക്കൊണ്ടിരിക്കുന്ന പ്ലെയേഴ്സിനെ വിൽക്കും, സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കും. സഹലിനെ വിറ്റു, നമ്മൾ ക്ഷമിച്ചു, നമ്മൾ പറഞ്ഞ ക്ലബ് ഫുട്ബോൾ ആണ്, അങ്ങനെയാണ്, പ്ലെയേഴ്സ് ഒക്കെ വരും പോകും എന്ന് പറഞ്ഞ് നമ്മളിരുന്നു. ഡയസിനെ വിറ്റു, അൽവാരോനെ വിറ്റു, അങ്ങനെ പലരെയും ഇപ്പൊ ഈ പറയുന്ന CK വിനീതിനെ പോലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തൂക്കി വിറ്റതാണ്, മാനേജ്മെന്റ് തൂക്കി വിറ്റതാണ് ഓരോ പ്ലേയേഴ്സിനും. അങ്ങനെ അവസാനം നമ്മൾ അസറിനെയും ഐമനെയും വിൽക്കുന്നതും നമ്മൾ കാണേണ്ടി വന്നു. എന്നിട്ട് ഇവിടെ ഒന്നും പറ്റിക്കല് തീരുന്നില്ല എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ പറ്റിക്കൽ ഇവിടെ ഒന്നും തീരുന്നില്ല നമ്മൾ. എന്നിട്ട് പോയി അവര് നമ്മുടെ അഡ്രിയാൻ ലൂണ അടക്കമുള്ള പ്ലെയറെ ലോണിൽ വിട്ടു, നോവേനെ വിടുന്നു, അങ്ങനെ നമ്മുടെ കോറായിട്ടുള്ള എല്ലാ ഫോറിൻ സ്കോഡിനെയും വിടുന്നു, ലൂണേനെയും വിടുന്നു. എന്നിട്ട് ഇവര് പോയിട്ട് ഒരു അഞ്ചോ ആറോ പ്ലെയേഴ്സിനെ വേറെ കൊണ്ടുവരുന്നു, പുറത്തുനിന്ന് കൊണ്ടുവരുന്നു, ഫോറിൻ പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പോസ്റ്റർ വരുന്നു, ഭയങ്കര ഫോട്ടോഷൂട്ട് പരിപാടിയാണ്, നമ്മൾ കൊള്ളാം, അടിപൊളി. പിന്നീട് ഡേവിഡ് കാറ്റ്ലനെ സാക്ക് ചെയ്തപ്പോൾ കാറ്റ്ലയാണ് സത്യം തുറന്നു പറയുന്നത്. കാറ്റ്ല പറഞ്ഞിരുന്നത് അസറിനെയും ഐമനെയും അതേപോലെ നോവ, ലൂണ, ലഗാത്തോ ഇത്രയും പേരെ നിലനിർത്തണം എന്നായിരുന്നു പുള്ളി പറഞ്ഞത്. പക്ഷെ മാനേജ്മെന്റ് അത് ചെയ്തില്ല. മാനേജ്മെന്റ് ഇവരെല്ലാം വിറ്റു. എന്നിട്ട് പറഞ്ഞു അസറിനെ ഐമനെ വിറ്റത് കാറ്റലയുടെ പ്ലാനിൽ അവരില്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ നമ്മളെ പറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഫോറിൻ പ്ലെയേഴ്സ് മുഴുവൻ ₹1 പോലും ചെലവില്ലാതെ കൊണ്ടുവന്നവരാണ്. അത് നമ്മുടെ അടുത്തുനിന്ന് അവർ മറച്ചു വെച്ചു. അവസാനം കാറ്റല അത് റിവീൽ ചെയ്തപ്പോൾ നമ്മളത് അറിഞ്ഞു. ഒരു ഫ്രീ ആയിട്ട് കുറച്ച് ആളുകൾ വന്ന് കളിക്കുകയാണ് നമ്മുടെ ക്ലബിൽ. എന്താണോ ഇത്, വെള്ളരിക്കാൻ പറ്റണോ? അപ്പൊ ആരാധകരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര്. നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തപ്പോഴത്തേക്ക് സ്പോൺസേഴ്സ് പിന്മാറുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് മാനേജ്മെന്റിന് മനസ്സിലായി. പിന്നെ ടീം തോൽവിയോട് തോൽവി, ടീം റെലഗേറ്റ് ആകും എന്ന് 100% ഉറപ്പായിരുന്നു. അപ്പൊ 100% ഉറപ്പായി. അപ്പൊ മാനേജ്മെന്റിന് മനസ്സിലായി ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന്. പെട്ടെന്ന് എന്ത് ചെയ്തു, അവര് കാറ്റ്ലനെ പറഞ്ഞു വിട്ടിട്ട് ഇന്ത്യയിൽ ഇന്ന് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോച്ചിനെ കൊണ്ടുവരുന്നു, ആഷ്ലിൻ വെസ്റ്റ്വുഡ്. 2 പ്ലെയേഴ്സിനെ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നു, കരീമിനെയും അതേപോലെ ഫ്രാൻസുവിനെയും. ഈ 3 പേര് വന്നപ്പോ തന്നെ ടീമിനുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ? എത്ര കളിയാണ് നമ്മൾ ജയിച്ചത്? ഇപ്പോ എന്താ ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസ്? നമ്മൾ ബാംഗ്ലൂർ FC അവരുടെ ഗ്രൗണ്ടിൽ പോയി തോൽപ്പിച്ചിരിക്കുന്നു. ഇന്നേ വരെ നമുക്ക് ബാലികേറ മല പോലെ ആയിരുന്ന ഒരു സാധനം സംഭവിച്ചിരിക്കുന്നു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവര് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ശരിയായിരുന്നോ? ഇപ്പൊ അവർക്ക് പണിയെടുക്കാൻ അറിയാം, പക്ഷെ അവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഇപ്പോ പ്രതിഷേധമൊക്കെ നിർത്തിവെച്ച് 2-3 കളി ജയിച്ചതിന്റെ പേരിൽ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഈ പണി വീണ്ടും തുടരും. അങ്ങനെയല്ല. ഇത് മാത്രമല്ല നമുക്ക് വേണ്ടത്, ഈ ഇത്രയും കളി പെട്ടെന്ന് ജയിച്ചത് മാത്രമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിഷനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഫാൻ അഡ്വൈസറി ബോർഡൊക്കെ ഒരു ലെറ്ററൊക്കെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 5 നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മഞ്ഞപ്പട സമർപ്പിച്ചതിലും മഞ്ഞപ്പടയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കുന്നു എന്ന് എപ്പോ തോന്നുന്നു അപ്പോ മഞ്ഞപ്പട തിരിച്ച് ഗാലറിയിലേക്ക് വരും, ഗാലറി വീണ്ടും ഇളകി മറിയും. അപ്പോ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക. പിന്നെ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന ഗ്യാങ് അല്ലെങ്കിൽ ആ ഒരു ആരാധക കൂട്ടം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. ഈ പറയുന്ന ഒരു വേൾഡ് ക്ലാസ് ഫുട്ബോൾ ഫാൻ കൾച്ചറിലേക്ക് ഈ ആരാധക കൂട്ടത്തെ എത്തിക്കാനായിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു കാണും, അന്ന് CK വിനീത് വന്ന ആ മത്സരത്തിന്റെ അന്ന് ഒരു പുള്ളിക്കാരൻ അവിടെ കയറി നിന്നിട്ട് ചാൻഡ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് അലമുറ ഇടുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അനങ്ങിയോ? ആരെങ്കിലും പുള്ളിയുടെ ഒപ്പം നിന്നോ? അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരാൾ വന്ന് നിന്ന് പറഞ്ഞാലൊന്നും ചുമ്മാ ഒന്നും ആളുകൾ അനങ്ങത്തൊന്നുമില്ല. കൂടുതൽ ആളുകൾ മടിയന്മാരാണ്, അവരിങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ മഞ്ഞപ്പടയുടെ ചാനൽ ലീഡേഴ്സ് അങ്ങനെയല്ല. ഒരു മടിയന്മാരെ പോലെ അവിടെ ഇരുത്തത്തില്ല, എല്ലാത്തിനെയും എണ്ണീപ്പിക്കും. 90 മിനിറ്റ് അവിടെ നിർത്തി ചാൻഡ് ചെയ്യിക്കും. അപ്പൊ അതൊക്കെ ഒരു ടാലന്റ് തന്നെയാണ്, വെറുതെ അല്ല. അപ്പൊ അത് വർഷങ്ങളായിട്ട് ആളുകളുടെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മഞ്ഞപ്പടയൊക്കെ എടുത്ത എഫേർട്ട് ചെറുതൊന്നുമല്ല. അപ്പൊ നിങ്ങൾ വെറുതെ മഞ്ഞപ്പടേനെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. മഞ്ഞപ്പട ഇല്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഗാലറി ഉണ്ടല്ലോ, അതാണ് മഞ്ഞപ്പട ഇല്ലെങ്കിൽ എന്താണെന്നുള്ളതിന്റെ അർത്ഥം. ഇങ്ങനെയാണോ ആ ഗാലറി? മരിച്ചു കിടക്കുന്ന ഒരു ഗാലറി അല്ലേ ഇപ്പോ? പക്ഷെ മഞ്ഞപ്പട ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോ മുഹമ്മദ് റാഫി അതേപോലെ CK വിനീത്, എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വരൂ, കളി കാണൂ, പോകൂ. പക്ഷെ മഞ്ഞപ്പട തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും വരണം. എന്നിട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യണം. നിങ്ങൾ നേരത്തെ ഗ്രൗണ്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും ഇവിടുത്തെ ചാൻഡിങ് ഒക്കെ, പക്ഷെ ആ ഗാലറിയിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നൊന്ന് എൻജോയ് ചെയ്യണം അത്. പിന്നെ
പിന്നെന്താ, അപ്പൊ ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ധാരണയില്ല എങ്കിൽ, പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ ചൊറിയാനായിട്ട് വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആരോ ആണ് എന്നേ പറയാനുള്ളൂ. സോ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആളുകൾ. ഇപ്പം നമുക്ക് അവർക്കും ഈ പറയുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയോ ഒന്നും വ്യക്തത ഇല്ലാതെ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത്. സോ അപ്പോ ഞാൻ ക്ലാസ് എടുക്കോ കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സാധനങ്ങളൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഞ്ഞപ്പട എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഇവിടെ പ്ലേയേഴ്സ് സി കെ ആണെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് റാഫി ആണെങ്കിലും ഒക്കെ മഞ്ഞപ്പട എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവാത്തതാണോ, മനസ്സിലായിട്ടും അവര് ഇങ്ങനെ പ്രതികരിക്കുന്നതാണോ ഒന്നും നമുക്ക് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു മഞ്ഞപ്പട മെമ്പറോ കാര്യങ്ങളോ ഒന്നും അല്ല. വർഷങ്ങളായി സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്ന ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനിപ്പോ മഞ്ഞപ്പടയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളോ അല്ലെങ്കിൽ മഞ്ഞപ്പടയുടെ കോർ മെമ്പറോ ഒന്നും അല്ല. പക്ഷെ മഞ്ഞപ്പടയോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. മഞ്ഞപ്പടയെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളെ ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസിലൂടെ, എന്റെ ചാനലിലൂടെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. എന്റെ വിമർശനങ്ങൾ ഒരുപക്ഷെ അവര് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടും മാത്രമല്ല, പിന്നെ മഞ്ഞപ്പട എടുത്തിട്ടുള്ള എഫേർട്ട്, മഞ്ഞപ്പട എടുക്കുന്ന എഫേർട്ട്, മഞ്ഞപ്പട ഈ ടീമിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര റെസ്പെക്ട് തോന്നും. റെസ്പെക്ട് തോന്നാതിരിക്കാനായിട്ട് അവിടെ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആരാധക കൂട്ടം ലോകത്ത് മറ്റെങ്ങും ഉണ്ടാവില്ല. കാരണം ഇവർ അത്രയേറെ ഈ ടീമിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സോ താങ്ക് യു.